ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാകും കേട്ടോ. യെശയ്യാ പ്രവാചകനിൽ കൂടി ലോകത്തോട് ദൈവം പറഞ്ഞേക്കണ. ഞാൻ നിന്നെ, യെശയ്യാ 45:4. ഇതെല്ലാവരും ചോദിക്കും, ഇങ്ങനെ ക്രിസ്ത്യൻസ് അല്ലാത്തവരൊക്കെ ചോദിക്കും. ക്രിസ്ത്യൻസിനും ബൈബിളിൽ എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. യെശയ്യാ എവിടെയാന്ന് പോയിട്ട് ബൈബിളേ അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ നമ്മൾ ബൈബിള് പണ്ട് വായിക്കണേ, അച്ഛൻ്റെ അപ്പനൊക്കെ മരിച്ചപ്പോൾ 40 ദിവസം ആ മുറിയിൽ പോയി അവിടെയൊക്കെ ബൈബിള് വായിച്ചു, അങ്ങനത്തെയൊക്കെ ബൈബിള് വായിച്ചിട്ടുള്ളൂ. വലിയ കാര്യമായിട്ട് എനിക്ക് ബൈബിൾ എന്നാന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പോഴാട്ടോ ബൈബിളും വചനം എന്ത് രസമാട്ടോ ബൈബിള് വായിക്കുമ്പോഴും ആ വചനം നമ്മൾ ആമയം പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ അത് നമ്മൾ ക്രിയ ചെയ്യും. ഇതാണ് ദൈവം നമ്മളോട് സംസാരിച്ചതെന്നൊക്കെ അറിയുമ്പോൾ അതൊക്കെ ബൈബിളൊക്കെ ശരിക്കും ബൈബിളും യേശുക്രിസ്തു എന്നാന്ന് സകല മനുഷ്യരും പഠിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ നിഷ്കളങ്കനും വിശുദ്ധനും ആകാൻ വേറെ മാർഗമില്ല. നിഷ്കളങ്കരും വിശുദ്ധരുമായാലേ സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. സ്വർഗം ഉണ്ടോ ഇല്ലയോ അതെന്തെങ്കിലും ആകട്ടെ, ഭൂമിയിൽ നിഷ്കളങ്കനും വിശുദ്ധനുമായിട്ട് ജീവിക്കാനല്ലേ എല്ലാവർക്കും ആഗ്രഹം. ഒരു ക്രൂരനോ ഒരു ഭയങ്കരനോ പിശാചിന്റെ സ്വഭാവമാകാൻ ആരും ആഗ്രഹിക്കണല്ലോ. എല്ലാവർക്കും ഇഷ്ടം യേശുവിന്റെ ദിവ്യ സ്വഭാവമല്ലേ. സൗമ്യത, കരുണ, ദയ, സ്നേഹം, താഴായ്മ, ഇതൊക്കെ ഉള്ളവരെയല്ലേ നമ്മൾ ആരാധിക്കണേ. മഹാത്മാഗാന്ധി, അബ്ദുൽ കലാം, അബ്രാഹാം ലിങ്കൻ, ഇങ്ങനെ ഓരോ വലിയ വലിയ ആൾക്കാരുടെ അവർ മരിച്ചിട്ട് എത്ര കാലമായില്ലേ, അവരുടെ വായിന്ന് ചാടി ഓരോന്നും നമ്മൾ ഇപ്പോഴും പറയണില്ലേ. അപ്പം നമുക്ക് അതുപോലത്തെ ഒരു സ്വഭാവമാകാൻ ഇതൊക്കെ നമുക്ക് സാധിക്കും. ക്രിസ്തു യേശുവിൽ ജീവിക്കുന്ന സകലർക്കും ആ സ്വഭാവം ഉണ്ടാകും. നമ്മളോർക്ക് പണ്ട് വിശുദ്ധരല്ലേ, അവർക്ക് മാത്രം വിശുദ്ധരല്ല, നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കാനാണ് യേശുമ്പരാൻ ലോകത്തിലേക്ക് വന്നേക്കണത്. സകല മനുഷ്യരെയും വിശുദ്ധരും നിഷ്കളങ്കരും ആക്കി ഭൂമിക്ക് ഒരു അനുഗ്രഹമാക്കി സ്വർഗത്തിലും കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു വന്നത്. അപ്പോൾ ഇവിടെ യെശയ്യാ 45:4 പറയാം, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്നെ അറിയാതിരിക്കാൻ ഞാൻ നിന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അപ്പം നമ്മളെ അറിയാത്ത കാലം മുതൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ മക്കളെ കണ്ട് മക്കളുണ്ടാകണതിന് മുമ്പ് സ്വപ്നം കാണുന്നു പറയില്ലേ. എനിക്ക് പെങ്കൊച്ചില്ലാത്തപ്പോൾ പെങ്കൊച്ചുണ്ടാകുമ്പോൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഓർക്കുമായിരുന്നേ. പക്ഷെ ആൺപിള്ളേരാട്ടോ, അവർ നല്ല പിള്ളേരാട്ടോ. അപ്പം അങ്ങനെയല്ല. അപ്പം ഇങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ അതുപോലെ നമ്മളെ ഭൂമിയിട്ട് വിട്ടിട്ട് അതിങ്ങനെ ദൈവത്തിന് വലിയ പ്രത്യാശയാണ്. എവളെ എനിക്ക് വേണ്ടി ലോകത്തിൽ ജീവിക്കും, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മളങ്ങനെ വല്ലതും ഓർക്കണ്ട. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന് വല്ലതും ഓർക്കണുണ്ടോ? ഒന്നും ഓർക്കണില്ലല്ലോ. ഞാൻ ഓർക്കാറില്ല കേട്ടോ, നിങ്ങളൊക്കെ ഓർക്കണ്ടായിരിക്കും. ഇവിടെ പറയുക, യെശയ്യാ 46:4 പറയാം, നിങ്ങൾ വാർദ്ധക്യകാലത്ത് ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ അത് ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് കാലത്തും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. സാധാരണ വാർദ്ധക്യകാലമാകുമ്പോൾ കേട്ടോ ഞാനൊക്കെ സാധാരണ കാണുന്ന എല്ലാവരും പ്രാർത്ഥനയായിട്ട് ഞാൻ തന്നെ നല്ല പ്രായം ഒന്നും ദൈവത്തെ അറിയാണ്ട് കിടന്നു. അങ്ങനെയല്ല, നല്ല കുഞ്ഞിലേ മുതൽ ക്രിസ്തു യേശുവിൽ ജീവിക്കണം. നല്ല പ്രായത്തിലാണ് ശരിക്കും ദൈവത്തെ അറിയേണ്ടത്. ലോകത്തിൽ ജീവിച്ച ജയാളിയാണെങ്കിൽ നല്ല പ്രായത്തിൽ അറിയണ്ടേ. എല്ലാവരും മരിക്കാറാകുമ്പോൾ പള്ളിപ്പൊക്കൊക്കെ കൂടെ സ്വർഗത്തിൽ പോകണല്ലോ. അങ്ങനെയല്ല കേട്ടോ, അത് തെറ്റാന്നൊന്നും പറയണില്ലേ. അവർക്ക് അന്നേരമായിരിക്കും തിരക്കൊക്കെ കുറയണേ, എൻ്റെ പോലെയൊക്കെ. അപ്പോൾ നമ്മളെപ്പോഴും യേശുമ്പരാൻ ഏത് കാലത്തും വാർദ്ധക്യത്തിലും നമ്മളെ ചുമക്കും. ഞാൻ അനന്യൻ തന്നെ, വാക്ക് എന്നും നിലനിൽക്കുന്നവനാണ്, നിങ്ങൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ അത് ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ചെയ്യും, ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പുറകെയാട്ടോ നമ്മൾ പോകണം. യേശുമ്പരാൻ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുരിദാറിൻ്റെ അതിമനോഹരമായ വീഡിയോ. ആദ്യം നമുക്ക് ടെസർ ഒന്ന് കാണാവേ. കുറേ ടെസറിൻ്റെ കെട്ട് വന്നിട്ടുണ്ട്. ഇതേ ഫുള്ളിങ്ങനെ ഒരു വർക്കുണ്ട്, കോപ്പറും ഗോൾഡനും ഇങ്ങനെ കളേഴ്സും. നല്ല രസമില്ലേ. ഇതിങ്ങനെ വിലങ്ങനെ വെക്കരുത് കേട്ടോ. ഈ സിൽക്ക് മെറ്റീരിയലിൽ എല്ലാ ലൈൻ ഇങ്ങനെ ക്രോസേ വരുള്ളൂ, അതാണ് അതിൻ്റെ സൗന്ദര്യം. അല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോയി തയ്ക്കരുതേ, ഇങ്ങനെ തന്നെ തയ്ക്കണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി. വണ്ണം കൂടുതലൊന്നും തോന്നിക്കില്ല കേട്ടോ, അതൊക്കെ ചുമ്മാ വിട്ടിത്താ. കാരണം എനിക്ക് ടെസറും സിൽക്കും അധികം ഉണ്ട്. എല്ലാത്തിൻ്റെയും പ്രൈസ് ഇങ്ങനെയാണ്, ഒന്നിനും വണ്ണം കൂടുതലുമില്ല, അങ്ങനെ ഒന്നും തോന്നിക്കാറില്ല. ബോട്ടം കോട്ടൺ സിൽക്കാട്ടോ, 4490, 4490. ബേജ് കളറും പീച്ച്. ന്യൂ ഇയർ ആഘോഷമൊക്കെ എവിടെ വരെ എത്തി എല്ലാവരുടെയും. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. കണ്ടോ ഈ വരയൊക്കെ കണ്ടോ, നല്ല രസമില്ലേ. പ്ലെയിൻ ആയിട്ടിരിക്കണേക്കാളൊക്കെ രസമുണ്ട്. 4490 ഉള്ളേ. ഷോളിൻ്റെ രണ്ട് വശവും
നല്ല ബോർഡർ സിൽക്കിൻ്റെ നിങ്ങൾക്ക് അറിയാലോ. 4490. പീച്ച് വാഷ്. ഇതിൻ്റെ ഷോളിൽ അരികത്തൊരു ചെറിയ വർക്കും ഉണ്ട്. സോഫ്റ്റ് ഷോളാട്ടോ. ബോട്ടേൽ. ഇപ്പോൾ ഫങ്ഷന് സാരി ഉടുക്കാൻ പറ്റിയില്ലേ, അത്യാവശ്യം ഒരു സിൽക്ക് ചുരിദാറുണ്ട്. ലോങ് ആയിട്ട് തയ്ച്ചേരാം, ഫാഷൻ പോകില്ല. ഷോർട്ടായാൽ നീളം കുറച്ചാൽ മതിയല്ലോ. ഇപ്പോൾ കുറേ ചുരിദാർ എൻ്റെ പ്രശ്നത്തിൽ ഇരിക്കും, നീളമില്ല. അത് കാരണം ഇപ്പോൾ ഇടുമ്പോൾ ഏതാണ്ട് പോലെ. പിങ്ക്. ബോട്ടേൽ. പിങ്കും ഗ്രീൻ നല്ല വെറൈറ്റി കോമ്പിനേഷൻ ആട്ടോ. നല്ല കോമ്പിനേഷൻ. പീച്ച്. ഇത് ഓർഗൻസ ആട്ടോ. ദേ ഞാൻ ഇട്ടേക്കണത് ഓർഗൻസിയ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ ഓർഗൻസി ഉണ്ടെന്ന്. ഇത് ദേ ചേർന്ന് സിൽക്ക് പോലെ കിടന്നോളൂ. ഷോള് നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ. ഷോളിങ്ങനെ ശരിക്കും നല്ല ലക്നോവി വർക്ക് വിത്ത് ലൈനിങ്ങും ബോട്ടവും കൂടെ ആട്ടോ. റേറ്റ് എത്ര? 1499 അല്ലേ? 1499. ഞാൻ ഇട്ടേക്കണത് 2000 ഏതാണ്ടാന്ന് തോന്നുന്നു. അന്ന് അതിന് അത്രയും വലിയായിരുന്നു. ഇപ്പേക്ക് ഇത് എടുക്കുള്ളൂ. ഷോളൊക്കെ ഭയങ്കര സോഫ്റ്റാ. ഓർഗൻസ് ഇടുമ്പോൾ അതിൻ്റെ ആ ഗ്ലോയൊക്കെ. ഇത് എത്ര നാളായി? ഒരു വർഷമോ 1.5 വർഷം ഏതാണ്ടായി. ഇത് ഇറങ്ങിയ ഇടയ്ക്ക് 2 ഓർഗൻസ് എടുത്താൽ നല്ല ഭംഗിയില്ലേ? ഇതാണ് ഓർഗൻസയുടെ പ്രത്യേകത. എനിക്കെന്തെങ്കിലും എടുത്താൽ പിന്നെ അത് തന്നെ എടുത്തുകൊണ്ടിരിക്കുള്ളൂ. പ്ലെയിനും പ്രിൻ്റഡ് ഷോളും വലിയ ഇഷ്ടമാണ്. അതും കുറേ ഉണ്ട്. എന്ത് രസമല്ലേ ഈ വർക്ക് കാണാൻ? നല്ല കളറല്ലേ? 1499 ഉള്ളൂ. ഫങ്ഷൻ വെയറിന് സൂപ്പർ കേട്ടോ. ഓർഗൻസയാണ്, സൂപ്പറാണ്. അത് ലക്നോവി വർക്കുമാണ്, സൂപ്പർ. $1499. ഫങ്ഷൻ വെയറിന് ഗ്രാൻഡ് ലുക്കാണ്. പിന്നെ ഈ ബോക്സ് ഇങ്ങനെ ഇങ്ങനെ വന്ന് ലക്നോവി ഇപ്പോഴത്തെ ട്രെൻഡല്ലേ. നല്ല റെഡിഷ് മെറൂൺ. അടിപൊളി സെറ്റ്. ഇനി കോട്ടയാട്ടോ. കോട്ടയം കണ്ടോ? ബോക്സ് ഇങ്ങനെ ഒരു ബോക്സ് അതിൽ ഹക്കോബ ഡിസൈൻ. നല്ല കോട്ട. ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കോട്ട ഷോള്. ബോട്ടയില്ലേ? ബോട്ടം കോട്ടൺ സിൽക്ക് 1590 കേട്ടോ. നല്ല കോട്ടയാകുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ലുക്കാട്ടോ. 1590. ഷോളൊക്കെ കണ്ടല്ലോ അല്ലേ? കണ്ടോ? ബാക്ക് ഇങ്ങനെയാട്ടോ. 1590. പിങ്ക്. വർക്കും മെറ്റീരിയലൊക്കെ കണ്ടല്ലോ അല്ലേ? ഷോളൊക്കെ സോഫ്റ്റ് കോട്ടാ ഷോളാട്ടോ. ബോട്ടം കോട്ടൺ സിൽക്ക്. പെൻസിൽ പാൻ്റ് അടിച്ചാൽ മതി. 1590. ബ്ലൂ വെറൈറ്റി ആണ്. നല്ല രസമുള്ള പുതിയ പുതിയ പാറ്റേൺ കാണിക്കണല്ലേ എല്ലാ തോണയും. 1590. ഇനി അടിപൊളി ഒരു സെറ്റ്. ഫങ്ഷൻ വെയർ ആട്ടോ. ബ്ലാക്ക് ലക്നോവി വർക്ക്.
ഇതുണ്ടോ മെറ്റീരിയൽ ഈ നോയൽ സിൽക്ക് കോട്ട, നോയൽ കോട്ട എന്നല്ല നോയൽ സിൽക്ക് എന്നാ പറയണേ. ബാക്ക് പ്ലെയിൻ ആട്ടോ. ഇതിന്റെ ഷോള് കണ്ടോട്ടെ എന്ത് ഭംഗിയാ. ഇത് ഷോള് കണ്ടോ, 2 വശവും ക്രോഷിയോ കട്ട് വർക്ക്, 4 വശമുണ്ട്. ഉള്ളിലിങ്ങനെ ഉള്ളിലും വർക്കുണ്ട്. ഇത് ഭംഗിയല്ലേ, നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം കോട്ടൺ ബോട്ടം. റേറ്റ് ഇത്ര 2190. ഇത് ഫങ്ഷൻ വെയർ ആട്ടോ, ബ്ലാക്കും വൈറ്റും ഇല്ലേ, ഇങ്ങനത്തെ സെറ്റൊക്കെ ഭയങ്കര രസമാണ്, വെറൈറ്റിയാ. 2190. ഇനി ഒരു സിമ്പിൾ കോട്ടൺ ആട്ടോ, പ്രിന്റഡ് കോട്ടൺ. ഇനിയിപ്പോൾ കോട്ടൺ കുറേ കാണിക്കാം. എല്ലാവരും കോട്ടൺ കുർത്ത, കോട്ടൺ ചുരിദാറൊക്കെ അന്വേഷിച്ചേ. ഇത് കണ്ടോ, പ്യുവർ സിൽക്ക് പോലെ തോന്നിക്കണം, നല്ല പ്രിന്റഡ്. ഇത് രസാലേ കളറൊക്കെ കാണാൻ. ഷോള് ആപ്ലിക്ക് വർക്ക് ചെയ്ത ഷോള്. അരികത്ത് ദേ ഫുള്ളിങ്ങനെ ഇത് ലേസ് വർക്ക് അല്ല, ഈ പീസും പിടിപ്പിച്ചിട്ടുണ്ട്. ഉള്ളിൽ അപ്പടി ആപ്ലിക്ക് വർക്കും ഉണ്ട്. ഫ്രണ്ട് ഇങ്ങനെ. എത്ര റേറ്റ്? 1150 ഉള്ളൂ കേട്ടോ. ടോൺ ടു ടോൺ ആട്ടോ, കോട്ടൺ ബോട്ടോ. 1150 ഉള്ളേ. ഇതിന്റെ പ്രിന്റ് ഭയങ്കര രസം. ബ്ലാക്ക് നല്ല രസമില്ലേ? ഈ പ്രിന്റിന്റെ സൗന്ദര്യം കണ്ടു ഞാൻ എടുത്തതാ. ഷോള് ദേ ഇങ്ങനെ. $1150. യെല്ലോ. നല്ല കോട്ടൺ ആട്ടോ ഇടാനും, നല്ല സൂപ്പർ സോഫ്റ്റ് കോട്ടൺ. വില ഇത്രയേ ഉള്ളൂ എന്ന് ഓർക്കണേ. 1150 ഉള്ളൂ എന്ന് ഓർക്കണേ. ഇത്തവണ ഒത്തിരി കുറഞ്ഞത് വെച്ചിട്ടുണ്ടേ, കാഷ്വൽ വെയറിനൊക്കെ. ഇതൊക്കെ ഫങ്ഷൻ വെയർ, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എന്തുടുത്താലും കോട്ടൺ സാരി ഉടുത്താലും സൗന്ദര്യം എന്ന് പറയില്ലേ, ഫങ്ഷനൊക്കെ. എൻ്റെ ഇവിടെ തയ്ക്കണേ കേട്ടോ. ഇങ്ങനെ സാധാരണ എല്ലാവരും പറയട്ടോ, ഇങ്ങനെ ജാതി ഒന്നും തിരിച്ചല്ല കേട്ടോ. മൊത്തത്തിലൊരു ബും ലുക്കിലല്ലേ ഇങ്ങനെ സ്ലീവ്സൊക്കെ കല്യാണത്തിനൊക്കെ പോണേ. പക്ഷെ ഞങ്ങളുടെ ബീവിത്ത കോട്ടൺ സാരി ഉടുത്ത് പോവേ. അപ്പോൾ എന്ത് ഭംഗിയാണോ. അപ്പോൾ ബീവിത്തോട് ഞങ്ങൾ പറയും ഇച്ചിരി എന്തെങ്കിലും ഇച്ചിരി ഒരു ബും ലുക്കുള്ള സാരി എടുക്കുന്ന പറയുമ്പോൾ ബീവിത്തോടൊക്കെ കോട്ടൺ സാരിയാണ്. പക്ഷെ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് പോകാറുണ്ട്. ബീത്ത അങ്ങനത്തെ എടുക്കൂല, കോട്ടൺ സാരി എടുത്ത് നല്ല രസമാണ്. പക്ഷെ എന്നോർത്ത് നമ്മളങ്ങനെ അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ഇത് ആഷില് ഷോളിങ്ങനെ, ബോട്ടം 1150. ഷോള് കണ്ടോ, ഫുൾ ബോർഡർ ഡിസൈൻ ഉണ്ട് കേട്ടോ. 2 വശവും ബോർഡർ ഡിസൈൻ ഉണ്ട്. ടോൺ ടു ടോൺ ആണ്. സെമി സിൽക്ക്, സെമി ടെസറിൻ്റെ ഒറിജിനൽ ടെസർ പോലെ തന്നെ ഇരിക്കണില്ലേ. 1150. ബ്ലൂ. നല്ല രസമില്ലേ? ഈ ബോട്ടമൊക്കെ ചുരി അടിച്ചാൽ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. പിന്നെ കഴിയാ കളർ പോകുമെന്നൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ഡ്രൈ വാഷ് ചെയ്തു, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഓർഗൻസൊക്കെ എടുത്തിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അവരെല്ലാവരും പറയുന്നത് മണാന്ന്. പിന്നെ വേർക്കാറില്ല കേട്ടോ. ഞാൻ കാറ്റ് വിളിച്ച് തേച്ച് വയ്ക്കും, ഇതുവരെ കഴുകിയിട്ടില്ല. ഞാനിങ്ങനെ പറയുമ്പോൾ അവർ പറയും മാറിപ്പോന്ന് പറയും. ഇത് കണ്ടോ നീല ഡ്രസ്സ് കഴുകിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, തയ്ച്ചിട്ടൊക്കെ. അങ്ങനെയുള്ളവരൊക്കെ എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ചവിട്ടിപ്പറിച്ച് ഉപയോഗിക്കാമെന്ന് അറിയാൻ പാടില്ല. ഇത് കഴിയാലൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ. പക്ഷെ ഇത് ഒത്തിരി മൂവിങ് ഉള്ള സാധനം. സെമി സിൽക്കൊക്കെ പോൾ ഇങ്ങനെ മിക്സിംഗ് ഒക്കെ ഉള്ളത് കുഴപ്പമില്ലായിരിക്കും. ബാത്തിക്ക് അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ കുറേ ഭയങ്കര സിൽക്കിൻ്റെ അതേ ഫീലിങ്സ് ഇരിക്കും. ഈ ബോട്ടം ക്രോസ് വെട്ടരുത് കേട്ടോ.
ചുരി അടിക്കുമെങ്കിൽ നീളപ്പാട് അടിച്ചോ, അല്ലെങ്കിൽ പെൻസിൽ പാൻ്റ് അടിച്ചോ. ബഗൽപൂരി സിൽക്ക് അല്ലേ, 1150. നല്ല കളേഴ്സ്, നല്ല രസമാണ്. ടോൺ ടു ടോൺ ആയത് കാരണേ, കോൺട്രാസ്റ്റ് അല്ലാത്ത കാരണം ഭയങ്കര രസമാണ്. ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ എൻ്റെ പൊന്നെ. ഇത് ബോട്ട, ഇത് നല്ല രസമില്ലേ, മുറൂൺ. വാടാമുല്ല. അയ്യോ, പണ്ടൊരു വാടാമുല്ല പൂവില്ലായിരുന്നോ? ആ ചെടി ഇപ്പൊ കാണാനില്ല അല്ലേ. അതിന്റെ വല്ല ബഡ് കിട്ടി നിറച്ചിങ്ങനെ എന്ത് രസമായിരുന്നല്ലേ പണ്ട് എല്ലാവരുടെയും വീടുകളിൽ. ഇപ്പൊ പൂക്കളുണ്ടാകണ ചെടി കുറവാട്ടോ. ഞാൻ കുറെ ചെടി പൂക്കളുണ്ടാകണ അന്വേഷിച്ചോണ്ട് നടക്കുക. ദൈവമേ, ആ വാടാമുല്ലപ്പൂ എവിടെയെങ്കിലും ഒക്കെ കാണുമായിരിക്കും. എല്ലാ വീട്ടിലും പണ്ടുണ്ടായിരുന്നു. ബന്ദിപ്പൂവൊക്കെ എന്തോരം കായ്ക്കുമായിരുന്നു അല്ലേ, നിറച്ച് പൂക്കള്. ബ്ലാക്ക് ബന്ദിപ്പൂവിന്റെ പുറകെ പോകാതെ ചുരിദാറിട്ട് ശരിക്കും നോക്കിയിട്ട് പെട്ടെന്ന് ഓർഡർ നൽകട്ടോ. ജനുവരി ഒക്കെ മുതൽ സെറ്റിനൊക്കെ ഒത്തിരി വില കൂടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തോ. ഒരാഴ്ചയുള്ളൂ ഇനി, ഒരാഴ്ചയില്ല, 2-3 ദിവസം. ബോട്ടം യേശുവിൻ്റെ കൃപയെ കൂടാണ്ടിരിക്കട്ടെ, GST ഒന്നും വർദ്ധിപ്പിക്കാണ്ടിരിക്കട്ടെ. ബ്ലാക്ക് നല്ല ലോങ് ആട്ടോ, തുണി ഇഷ്ടം പോലെയുണ്ട്. ലൈലാക്ക് ബോട്ട, ഇത് ബ്ലൂ. ബോട്ട, ഇത് അടിപൊളി സെറ്റാട്ടോ, ഗ്രാൻഡ് സെറ്റാ. ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ്. അതെ, ഒന്ന് സ്റ്റിഫാൻ ഷൈനൊക്കെ പിഴിഞ്ഞ് ഡ്രയറിലൊക്കെ ഇട്ട് കഴുകിയെടുത്താൽ മതിയായിരിക്കും കേട്ടോ. നല്ല ചെറു ചൂടത്ത് തേക്കണം കേട്ടോ, തീ ചൂടത്തൊന്നും കൊണ്ടേ തേക്കരുതേ. എന്ത് ഗ്രാൻഡ് അല്ലേ ഫങ്ഷനൊക്കെ. അതെ, നല്ലൊരു ലുക്കില്ലേ, ടോൺ ടു ടോണിൻ്റെ സൗന്ദര്യം അല്ലെ. കോൺട്രാസ്റ്റ് നല്ല കേട്ടോ സിൽക്കില്, പക്ഷെ ടോൺ ടു ടോണിൽ ഇതിൽ വന്നപ്പം എല്ലാവരും ഇവിടെ ദൈവത്തെ ഓർത്ത് ഒരു കളറ് പറയരുത് കേട്ടോ. എന്നിട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞ പരാതി. ഇതേ 10 എണ്ണം ഉണ്ട്. യേശുപ്പ എല്ലാ കളറും ക്ലിക്ക് ചെയ്തെങ്കിൽ മതിയായിരുന്നു. ഇതെന്നാ പേസ്റ്റൽ ബ്രൗൺ, 1150 ഉള്ളൂ. ഒരു കെട്ടെടുക്കുമ്പോൾ തന്നെ 10 ആയി. 2 കെട്ടെടുത്താൽ 20 സെറ്റായി. 5 കെട്ടെടുത്താൽ 5 കളർ കിട്ടുള്ളേ. 1150 പീച്ച്. ശരിക്കും സിൽക്ക് ഇടുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. ഇനി അതിമനോഹരമായൊരു കോട്ടയുടെ ഇത് നോക്കിക്കേ. ഇത് രസമല്ലേ ഇതിന്റെ വർക്ക് കാണാൻ. ഇത് ചുമ്മാ കോട്ടയല്ല കേട്ടോ, കൂടിയ കോട്ടയാട്ടോ, കണ്ടോ. പിന്നെ ഈ എംബ്രോയിഡറി അടിക്കണ മെറ്റീരിയൽ ഫ്രെയിമിൽ വലിച്ചു മുറുക്കിയിട്ടിട്ട കമ്പ്യൂട്ടർ എംബ്രോയിഡറി ആയാലും അടിക്കണേ. പിന്നെ അതിനൊരു കംപ്ലൈന്റും വരില്ലേ. പിന്നെ തുണി അതെങ്ങനെ പോകും, ഇതിന് കനം കുറവല്ലോ അങ്ങനെ ഒന്നും ഓർക്കണ്ട. കനം കുറഞ്ഞ തുണിയെല്ലാം ഇടാൻ സുഖം. ഷോള് കണ്ടോ, ലക്നോവി വർക്കും ഒക്കെ ആയിട്ട് ഷോള് അടിപൊളി. ഇത് ബോട്ട, ഇത് കോട്ടൺ, നല്ല കൂടിയ കോട്ടണാ. റേറ്റ് എത്ര? 1590 ഉള്ളൂ കേട്ടോ. സൂപ്പറാ. ഇതൊക്കെ ഒന്നും ഫാഷനൊന്നും ഔട്ട് ആവൂല കേട്ടോ. നമ്മുടെ ചുരിദാർ സെറ്റിന്റെ എങ്ങനെ എൻ്റെ കടയിലായിട്ട് പറയണല്ലോ കേട്ടോ. നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞ് കിട്ടോ, അതിന്റെ ഫാഷൻ എന്നാണ് ഔട്ട് ആവൂല. അത് ഭയങ്കര അതിശയാ. നീളവും വലുപ്പവും ഒക്കെ കുറഞ്ഞാലേ ഉള്ളൂ, ഫാഷൻ ഔട്ട് ആവൂല. 1590 അല്ലേ, 1590 ബ്രൗൺ. ഇനി വർക്ക് എന്ത് രസമല്ലേ, ബേജ് കളറിട്ടിട്ട്. ഷോള് എന്ത് സൂപ്പറാ നോക്കി. 1590 ഗോൾഡൻ. ബോട്ട, ഇത് 1590. അടിപൊളി സെറ്റാ. ആഷ്
എല്ലാം അടിപൊളി കളേഴ്സാട്ടോ, വെറൈറ്റി. ഇതൊന്നും അധികം കളക്ഷനിൽ ഇട്ടത്തില്ല, ഓരോന്ന് എടുത്താൽ കിട്ടും. ഇപ്പോൾ പറയുക മറുപടി പറയില്ലായിരിക്കുന്നു, ഇന്ന് 2 പിള്ളേർ ഓൺലൈൻ വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് വേറെ ആളുടെ മൊബൈൽ കൊടുക്കുമ്പോഴൊക്കെ വലിയ പാടാന്നേ. അപ്പോൾ വെബ്സൈറ്റ് തുടങ്ങി കുറച്ച് നാളുകൂടെ ഇങ്ങനെയൊക്കെ സഹകരിക്കണം കേട്ടോ. എൻ്റെ പൊന്നെ, എനിക്ക് ആകെ അത് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമം. ഇങ്ങനെ പെട്ടെന്ന് മൊബൈലിലേ 7 മണിക്ക് വൈകിട്ട് ഇടും, രാവിലെ 9:30 പിള്ളേർ 9:30 ഇപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഒരു കൊച്ചിന് എന്തോ അസുഖം, ഒരു കൊച്ച് വേറെ എങ്ങാണ്ട് പോയേക്കണു. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് അവധി എടുക്കുമ്പോൾ വേറെ ആൾ ഫോൺ കൈമാറിയത് നോക്കിയും പറക്കിയ സ്പീഡ് കുറഞ്ഞു പോകില്ലേ. അങ്ങനെയൊക്കെയാണ് പ്രോബ്ലം പറ്റുന്നത്. ഒന്നും ക്ഷമിക്കണം കേട്ടോ. അപ്പം എല്ലാം നോക്കി പറഞ്ഞോളാം. എന്നാലും ഇന്ന് എനിക്ക് വേണ്ടി ക്ഷമിക്കണേ. എല്ലാവരും പറയും ജോലി സമയത്തും ഇല്ലാത്ത സമയത്ത് ഇതുണ്ടോയെന്നും ചോദിച്ച് ഇത് കണ്ടിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് മറുപടിയും പറയില്ല എന്നൊക്കെ പറഞ്ഞ്. ഇത് കണ്ടോ, നല്ലൊരു സ്ട്രൈപ്സിൻ്റെ നല്ലൊരു പാറ്റേൺ. അതിൻ്റെ ഈ സ്ട്രൈപ്സിൻ്റെ കളറാണ് ബോട്ടം. ഷോള് കോൺട്രാസ്റ്റാ. ഷോള് കണ്ട, സിൽക്കി കോട്ട ഷോള്. 1199. നല്ല സെറ്റാണ്, സിമ്പിൾ സെറ്റ്. ആഗ്രഹില്ല, വർക്കൊന്നും ഇല്ലാത്ത കോട്ടൺ ആണോ അത്? നല്ല കോട്ടൺ ആട്ടോ, കൂടിയ കോട്ടൺ സെറ്റാട്ടോ. സിൽക്കി കോട്ട ഷോള് 1199. നല്ല ലെങ്തും ഉണ്ട്. ടൈറ്റ് കോളർ അടിച്ചാൽ മതി. ഇപ്പം ടൈറ്റ് കോളർ ഇടുമ്പോൾ നല്ല രസം. പണ്ട് എനിക്ക് കാണാൻ പാടില്ലായിരുന്നു, ഞാനല്ല കേട്ടോ, മറ്റുള്ളവരിട്ട് കാണുമ്പോൾ. കുർത്തയൊക്കെ വന്നതേ ടൈറ്റ് കോളർ ആൾക്കാർ ഇടുമ്പോൾ പെട്ടെന്ന് പ്രായം കുറഞ്ഞ പോലെ തോന്നിക്കും അവർക്കൊക്കെ. പെട്ടെന്ന് യങ് ആയ പോലെ. ഇവിടുത്തെ ചുളിവൊക്കെ പറയുമോ അത് കാരണമാണോ ഇടണ്ടാണോ? നല്ല രസമുണ്ട്. 1199. എനിക്ക് കോളർ ചേരില്ല, തടി കുറഞ്ഞിട്ട് വേണം എല്ലാം പയറ്റാൻ. ബേജ് കളറ് ബ്രൗൺ. ബേജ് എന്ന് പറഞ്ഞാൽ ക്രീം കൂടിയ ബേജ് ആട്ടോ. 1199. ഗ്രീൻ. ഈ ഷോളിൻ്റെ കളർ തന്നെ ആട്ടോ, ബോട്ടം പ്ലെയിൻ കോട്ടൺ. 1199. പീച്ച് ആഷ്. അടിപൊളി സെറ്റാട്ടോ. സെമി സിൽക്കിലല്ലേ, സെമി സിൽക്കില് യോക്കില് വർക്ക്. യോക്ക് വേണമെങ്കിൽ താഴെ ആക്കാട്ടോ. ലോങ് ആയിട്ട് ഇത് താഴെ വർക്ക് വെച്ചിട്ട് ഷോളൊക്കെ നോക്കി സെമി ടെസറിൽ ഫുൾ വർക്ക്. 999. ഇതൊക്കെ റഫ് യൂസിന് എന്നാ അടിച്ചാലും പോകൂല കേട്ടോ. ഈ ഡൈ ചെയ്യണ കളറിനൊക്കെ കുഴപ്പം. ഇതൊക്കെ ഇങ്ങനെ സെയിം കോൺട്രാസ്റ്റ് ആകുമ്പോൾ ഡൈ ചെയ്യണ്ടല്ലോ. 999. ബേജ് കളർ, ബേജിൽ ആഷ്. ബോട്ടം ഇത് തന്നെയാട്ടോ. ബോട്ടത്തിന്റെ തുണി തന്നെ കോട്ടൺ അല്ലേ, കോട്ടൺ ബോട്ടം. കോട്ടൺ ബോട്ടം എന്ന് ഓർക്കുമ്പോൾ ചെറുതായിട്ട് കാണരുത്, നല്ലതാ ബോട്ടം അടിക്കാൻ. ഞാൻ അതിൻ്റെ ബോട്ടം പെൻസിൽ പാൻ്റ് അടിച്ചു, ഒരു കുഴപ്പമില്ല. കോട്ടയം വന്നത് കോട്ടൺ ബോട്ടമായിരുന്നു. 999 ഉള്ളൂ. സൂപ്പർ ഷോളാണ്. ന്യൂ ഇയറിന് പ്രസൻറ്റ് കൊടുക്കണമെങ്കിൽ ഒക്കെ എടുത്തു. ന്യൂ ഇയർ കഴിയാറാവുമെന്ന് ഓർത്തോ. ന്യൂ ഇയർ കഴിഞ്ഞ് കിട്ടിയാലും പ്രസൻറ്റ് തന്നെയല്ലേ, സാരമില്ല. സമ്മാനം അയക്കാൻ പറ്റൂലോ. എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ പറയും കൊടുക്കുന്ന കൈയാകണം യേശുവിൻ്റെ കൈ. യേശുവിൻ്റെ മക്കൾ കൊടുക്കുന്നവരാകണം. നീ എന്ത് മറ്റുള്ളവനിൽ നിന്ന് ആഗ്രഹിക്കുന്നു അത് അവന് കൊടുക്കണം. യേശുപ്പൻ്റെ പ്രധാന കൽപ്പനയാട്ടോ. എനിക്കെപ്പോഴും ഇങ്ങോട്ട് കിട്ടണം വലിയ ഇഷ്ടമായിരുന്നു, അങ്ങോട്ട് കൊടുക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നേ. ആ പ്രധാന കൽപ്പന കേട്ടപ്പോൾ ചങ്കിടിച്ചു പോയി. എന്താ അവനിൽ നിന്ന് ആഗ്രഹിക്കുന്നു അത് അവന് കൊടുക്കാനാണ് പറഞ്ഞേക്കണേ യേശുപ്പ. അപ്പം അങ്ങനെയൊക്കെയുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നല്ല മനസ്സ് യേശുവിൻ്റെ കൃപയാലാണ് നല്ല മനസ്സുണ്ടാകുള്ളൂ. ഇതേ ആഷും പീച്ചും ഷോളിത് 999 ആണ്. നേവി ബ്ലൂവും സഫയർ ഗ്രീനും 999. എത്ര കളേഴ്സ് എൻ്റെ യേശുപ്പ. പീച്ചും മെറൂണും 999.
ഇനി കോട്ടൻ്റെ ഒരു വെറൈറ്റി കാണിക്കട്ടെ. കോട്ടൺ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. ജോർജറ്റ് കാണിക്കട്ടോ. ഇത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നല്ല പ്രിന്റ് അല്ലേ, നല്ല ലെങ്തും ഉണ്ട് കേട്ടോ. ബോട്ടം പ്രിന്റഡ് ആട്ടോ, പീച്ച് കളർ. ഈ ഷോള് പോലെ, ഷോള് കണ്ടോ, പ്രിന്റഡ് സിൽക്കിന്റെ ഷോള് പോലെ ഇല്ലേ. ഇത് അകലെ നോക്കിയാൽ പ്രിന്റഡ് ചുരിദാർ, സിൽക്ക് ചുരിദാർ പോലെ തോന്നല്ല കേട്ടോ. സാറിൻ്റെ റേറ്റ് എത്രയാ? 990. 999 ഉള്ളൂ. അതല്ലേ ഏറ്റവും രസം. 999 ഉള്ളൂ. പീച്ചു വാഷ് നേരെ തിരിച്ചാട്ടോ. ഇതിന് 2 ഷെയ്ഡേ ഉള്ളേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ നടുക്ക് ലോങ് ആയിട്ട് എംബ്രോയ്ഡറി, നല്ല തിക്ക് എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട്. ഷോളൊക്കെ നോക്കാം, നല്ല സൂപ്പർ ഷോള്. 999 കോട്ടൺ. ഇനി ഒരു ജോർജറ്റ് കാണിക്കാട്ടോ, വില കെട്ട് ഞെട്ടും. വിത്ത് ലൈനിങ് അല്ലേ? വിത്ത് ലൈനിങ്. വിത്ത് ലൈനിങ് ഷോളിത്. വിസ്കോസ് ജോർജറ്റിന്റെ സൂപ്പർ ഷോള്. ഷോളിന്റെ മൊത്തം അടി സൈഡിലൊക്കെ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. റേറ്റ് എത്രയാണ്? 699. ലെങ്തും ഇഷ്ടം പോലെയുണ്ട്. വിത്ത് ലൈനിങ്ങും ബോട്ടും 699. സൂപ്പർ അല്ലേ? വർക്കൊക്കെ നോക്കാം. ബാക്ക് പ്ലെയിൻ ആയിരിക്കും അല്ലേ? ബാക്ക് പ്ലെയിനാ. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. ഷോള് എന്ത് രസമല്ലേ ഈ ഷോളൊക്കെ കാണാൻ. വിത്ത് ലൈനിങ് 699 ഉള്ളേ. ഇപ്പൊ കാണിച്ചത് ഗോൾഡൻ കളർ. 699 സൂപ്പറാണേ. പീച്ച് അടിപൊളി കളേഴ്സ് ആട്ടോ. ഇതിന്റെ ചാർട്ട് ഒന്നിനെ മെച്ചം. 699 ഉള്ളൂ. ഇത് വീഡിയോ ഇടുന്ന വഴി ഇപ്പം തന്നെ എടുത്തു പോകും. വില ഇട്ടുകൊണ്ടിരുന്നപ്പോഴേ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. 699. ഇത് കാണിക്കണ്ട. 699. ഇനി കാണിക്കണതും വെറൈറ്റിയാ. ഇതപ്പടി ഇപ്പൊ ഭയങ്കര രസമുള്ള സംഭവങ്ങളാണ്. ഇത് ടോപ്പും കോട്ടൺ, ബോട്ടവും കോട്ടൺ. പക്ഷെ കണ്ടാൽ ഈ കൂടിയ കോട്ടൺ ആട്ടോ. അത് ഈ പണ്ട് ജൂട്ട് കോട്ടൺ പോലത്തെ ഇല്ലേ, തുണി കണ്ടോ? ഇത് കോട്ടൺ അല്ലേ? കോട്ടണാ. ഇതിന്റെ വർക്ക് കണ്ടോ? ഈ ക്രോസ് സ്റ്റിച്ചിന്റെ വർക്ക് പോലെ. ഷോൾ കാണിച്ചേ. ഷോളാങ്കി ദേ എംബ്രോയ്ഡറി ചെയ്ത് ഫുൾ എംബ്രോയ്ഡറിയും പൈപ്പിങ്, ഫുൾ തിക്ക് വർക്കുള്ള ഷോള്. ദേ ഇങ്ങോട്ട് നോക്കി. സോഫ്റ്റ് സിൽക്കിൽ ഫുൾ വർക്ക്. ഇത് കോട്ടൺ സോഫ്റ്റ് സിൽക്ക് അല്ലേ? സോഫ്റ്റ് സിൽക്കിൽ ഫുൾ വർക്ക്. റേറ്റ് 899 രൂപ. 899 ഉള്ളൂ. ഫങ്ഷന് ഉപയോഗിക്കാം, ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാം. ആ വർക്ക് കണ്ടോ? കച്ച് വർക്കൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു മുഖച്ചായ ഇല്ല ഇതിന്. എനിക്ക് കച്ച് വർക്കെല്ലാം അറിയാവുന്ന കേട്ടോ. പക്ഷേ ഇപ്പം ചോദിക്കരുതെല്ലാം മറന്നുപോയി. ഞാൻ ജീവിതത്തിൽ ഒരു ഡ്രസ്സിൽ ഹാൻഡ് വർക്ക് എല്ലാം ഈ ഹോം സയൻസ് ഉള്ളപ്പോൾ എല്ലാം പഠിച്ചേ. ഞാൻ ഒരു സ്റ്റിച്ച് കൂട്ടിയടിച്ച് ഒന്നിനും ചെയ്തില്ല, എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കും. പക്ഷെ പഠിപ്പിക്കാൻ അറിയാമായിരുന്നു. എല്ലാം പഠിപ്പിച്ചു കേട്ടോ. കാരണം ഈ പഠിപ്പിക്കാൻ വരുന്നവരൊക്കെ ഒരു ദിവസം വന്നില്ലേ പിള്ളേരെ, അപ്പോൾ ഞാൻ പഠിച്ചു. അങ്ങനെ എല്ലാ കാര്യവും പഠിച്ചെടുത്ത് എല്ലാത്തിനും ആളെ വയ്ക്കും. അവരൊരു ദിവസം മുങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ കച്ച് വർക്കൊക്കെ അറിയാമായിരുന്നു. ഇത് ഒരു കച്ച് വർക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ അല്ലേ, കച്ച് വർക്കിൻ്റെ ഒരു മോച്ചായില്ലേ. 899 ഉള്ളൂ എന്ന് ഓർക്കണേ. സൂപ്പർ സെറ്റാ, സൂപ്പർ സെറ്റ്. ഗോൾഡനിൽ ഇതൊക്കെ എന്ത് രസമുള്ള കോമ്പിനേഷനാന്ന് നോക്കി. അടിപൊളി കോമ്പിനേഷൻ. 899. ഇത് കണ്ടോ? കോട്ടൺ ബാത്തിക്ക് അല്ലേ? ഇത് ആരാണ്ടൊക്കെ ചോദിച്ചായിരുന്നോ? പ്രിയ
ദൈവമേ, അതിനു വേണ്ടി എടുത്താൽ ഞാനിത് വന്നിരുന്നത് പോലും അറിഞ്ഞില്ല. ഇത് 2 ടോപ്പ് അടിക്കാട്ടോ. അതേ ബോട്ടവും ടോപ്പും സെയിം നീളം. ദേ ഇങ്ങോട്ട് നോക്കാം. കോട്ടൺ ലൈനിങ് ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല. കോട്ടൺ ബാത്തിക്ക് റേറ്റ് തെറ്റിപ്പോയെന്ന് എൻ്റെ സംശയം. റേറ്റ് എത്ര? 899 ഉള്ളൂ കോട്ടൺ ബാത്തിക്ക്. വില തെറ്റിപ്പോയെന്ന് എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. നല്ല ലെങ്തും ഉണ്ട് കേട്ടോ. 899 ഉള്ളൂ. ഇത് കൊടുത്ത് ബോട്ടം അടിച്ചല്ല ടോപ്പ് അടിച്ചാലും കുഴപ്പമില്ല. വേണമെങ്കിൽ ബോട്ടം തന്നെ അടിച്ചോ. സിഗരറ്റ് ബാറ്റൊക്കെ അടിച്ചാൽ നല്ലതല്ലേ. പ്രിന്റഡ് കാണുന്ന കുർത്തക്കൊക്കെ ഇടാലോ. ഇത് നോക്കിക്കേ, ഇതിന് ഭയങ്കര ഡിമാൻഡായിരിക്കും കേട്ടോ. പെട്ടെന്ന് ബുക്ക് ചെയ്തോ കേട്ടോ. അടിപൊളി ഷോളും. 899 സൂപ്പറല്ലേ സംഭവം. 899. നല്ല കോട്ടൺ. ഈ വേനൊക്കെ എന്നാ ചൂടല്ലേ. ഇത്രയും മഴ പെയ്തിട്ടല്ലേ. ഇതാ പൊന്നെ സംഭവം ആട്ടോ. ഓ എന്നാ ചൂടാന്ന് വെച്ചാ. എനിക്ക് ചൂടും പാടില്ല, തണുപ്പും പാടില്ല. AC യുടെ തണുപ്പൊന്നും വരുമ്പോഴത്തേനും ഉയ്യോ, ചൂടിങ്ങനെ വരുമ്പോഴത്തേനും അതും പ്രശ്നം. എന്തൊരു കഷ്ടം. ആരോഗ്യമുള്ളപ്പോൾ നമ്മളെ നല്ല പ്രായത്തില് ദൈവം തന്നെ ആരോഗ്യത്തിന് ഒന്നും സ്തുതിക്കാറൊന്നുമില്ല. ഇപ്പൊ ഓരോന്ന് വേദന അവിടെ വേദനയൊക്കെ വരുമ്പേ ദൈവം തന്നെ ആരോഗ്യത്തിന്റെ വിലയിപ്പെടാനാണ്. ദൈവം തന്നെ എല്ലാം വിലയേറിയതാട്ടോ. എല്ലാം നമ്മൾ വിലയേറിയതായിട്ട് കരുതണം. യേശുവിന്റെ കൃപ എല്ലാം. മെറൂൺ നേവി ബ്ലൂ സൂപ്പറാട്ടോ. എല്ലാം കോമ്പിനേഷൻ അടിപൊളിയാട്ടോ. ഒരെണ്ണത്തിന് തന്നെ പിടിക്കാണ്ട് 2-3 ഇതിൽ ഏതെങ്കിലും കളർ ഉണ്ടോ നോക്കുക. 10-20 കളറുണ്ട്. എൻ്റെ യേശുപ്പ എന്തോരം കളേഴ്സാ. ഇതെല്ലാം കാണിച്ചതേ പച്ച മഞ്ഞ. ഇത് അപ്പടി പോരുന്നില്ലെങ്കിൽ ഒരു 2-3 കളർ ചോദിച്ചാൽ ഏതെങ്കിലും കിട്ടും. 899 രൂപയ്ക്ക് സൂപ്പർ കോട്ടൺ സെറ്റാ. നിങ്ങൾ എൻ്റെ സെറ്റ് യേശുവിൻ്റെ കൃപയാലെ ഇങ്ങനെ ഞാൻ 10-30 വർഷത്തെ പ്രാക്ടീസ് കൊണ്ട് ഒട്ടും പോകാത്തത് എന്ന് വെച്ചാൽ കളറ് പോകില്ലാത്ത എനിക്ക് അറിയാൻ പറ്റൂല. അല്ലാണ്ട് ഒരുമാതിരിയൊക്കെ എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഞാൻ നോക്കിയാട്ടോ എടുക്കണേ. എനിക്കിത് ഇടാൻ പറ്റണതാണോ എന്ന് നോക്കി ഓരോ സെറ്റും എടുക്കണേ. എപ്പോഴും അവർ പറയും ചേച്ചിയുടെ ഇഷ്ടം മാത്രം നോക്കി. അങ്ങനെയല്ല, എല്ലാ സൈസും എടുക്കാൻ. എനിക്കിഷ്ടമില്ലാത്ത അവർ നിർബന്ധിച്ചെടുത്ത വീഡിയോ എടുത്താൽ പോവില്ല. അത് ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനിട്ടാണ് അവർ പറയണേ. എനിക്കിഷ്ടപ്പെട്ടതിന് ഞാൻ ഭയങ്കര വർണ്ണിക്കൂലോ. ഇത് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ. നേവി ബ്ലൂ, ലൈറ്റ് ബ്ലൂ, മെറൂണും പച്ചയും. കണ്ടല്ലോ അല്ലേ കോമ്പിനേഷനൊക്കെ. എൻ്റെ ദൈവം ഇനി ഇരിക്കേണ്ട 4-5 എണ്ണം, ഒരു 10 എണ്ണമൊക്കെ ചാട്ടുണ്ടാക്കണേ. അയ്യോ, അപ്പൊ അവർക്ക് ലാഭം. 2 കെട്ടെടുക്കുമ്പോഴത്തേനും എന്തോരം ആവൂലേ. 4 കെട്ടെടുത്താൽ നമ്മുടെ പിള്ളേക്ക് ഈ ചുരിദാർ തന്നെ 40 എണ്ണം വരും. അവർക്ക് പെട്ടെന്ന് 40 എണ്ണം വിറ്റൂല. 4 കളറൊക്കെ സാധാരണ പണ്ട് വരാറ്. ദേ മെറൂണും പച്ചയും. ഈ 899 ഇപ്പൊ തന്നെ ഇത് തീരും. കോട്ടൺ ബാത്തിക്കല്ലേ, ലൈനിങ്ങും വേണ്ട. ലൈനിങ് ഇടണ്ടാത്ത ഒത്തിരി ഇഷ്ടമല്ലാത്തവരില്ലേ. 899 സൂപ്പർ സംഭവം. കണ്ടോ കോമ്പിനേഷനൊക്കെ എന്ത് വെറൈറ്റി അല്ലേ. ലൈലാക്കും ഗ്രീനും. ഇതാണ് സെയിം ഒരെണ്ണം മാത്രം സെയിം നീ ദേ അതിനെ കോമ്പിനേഷൻ അവർക്ക് കിട്ടിയിരുന്നു. ഒരെണ്ണം മാത്രം സെയിം വന്നു കേട്ടോ. ബ്ലൂ അതിന്റെ പ്രിന്റിങ് ആണ്. $899. ഇത് നേവി ബ്ലൂ മഞ്ഞ, ഗോൾഡൻ മഞ്ഞ. ഇതും സെയിം അല്ലേ. ഇതും സെയിം ഒന്നും ലൈലാക്ക്. ഇത് അവർക്ക് തെറ്റിപ്പോയായിരിക്കും വെച്ചപ്പം. ഷോളിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. യേശുമ്പുരാൻ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.